ആരാണ് ചിത്പാവൻ ബ്രാഹ്മണർ? വളരെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ വീഡിയോയ്ക്കകത്തൊക്കെ ഈ ചിത്പാവൻ ബ്രാഹ്മണന്മാരെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. ഇനി അവരാരാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മഹാരാഷ്ട്രയിൽ പൂന കേന്ദ്രീകരിച്ച് താമസിക്കുന്ന ഒരു ജനവിഭാഗമാണ് ചിത്പാവൻ ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഒരുപാട് ബ്രാഹ്മണ സമൂഹമുണ്ടെങ്കിലും രണ്ട് ബ്രാഹ്മണ സമൂഹങ്ങൾക്ക് മാത്രമേ അയിത്തം, അതേപോലെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അങ്ങനെ ദുരാചാരങ്ങൾ ഉണ്ടായിരുന്ന രണ്ട് ബ്രാഹ്മണ സമൂഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ചിത്പാവൻ ബ്രാഹ്മണരാണ്. രണ്ടാമത്തെ ബ്രാഹ്മണർ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ്. നമുക്ക് 60 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അയിത്തവും അതേപോലെ അനാചാരങ്ങളും ഒക്കെ ഇല്ലാതായി. പക്ഷേ 60 വർഷം മുമ്പാണ് ഇതില്ലാതായത്. പക്ഷേ ചിത്പാവൻ ബ്രാഹ്മണരുടെ അനാചാരങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ 1818 അവസാനിച്ചു. അത് ബ്രിട്ടീഷുകാരാണ് അതിന് കാരണക്കാരായവർ. അതായത് ബ്രിട്ടീഷുകാർ കൊൽക്കത്ത കേന്ദ്രീകരിച്ച് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മഹാരാഷ്ട്ര ശിവജിയുടെ ഭരണകാലം അവസാനിച്ചപ്പോൾ ഏകദേശം അവരുടെ പിൻതലമുറക്കാർ അധികാരം ഏറ്റെടുക്കുകയും അതിനുശേഷം ഇന്ത്യയിൽ ഒരു ബ്രാഹ്മണ സമൂഹം അധികാരത്തിലിരിക്കുന്ന പെഷ്വ ബ്രാഹ്മണ സമൂഹമാണ്. അവർ അധികാരത്തിലുണ്ടായിരുന്ന ഏക ബ്രാഹ്മണ സമൂഹമാണ്. അത് പൂന കേന്ദ്രീകരിച്ചാണ് അത്തരം ബ്രാഹ്മണ സമൂഹങ്ങൾ സാമ്രാജ്യം കെട്ടിപ്പടുത്തിരുന്നത്. ഇത് മണത്തെറിഞ്ഞ ബ്രിട്ടീഷുകാർ അവരുടെ അധികാര കേന്ദ്രം ഏകദേശം പൂനെയിലേക്ക് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്ക് പറിച്ചു നടുവാൻ തീരുമാനിച്ചു. ഇവിടെ വന്നപ്പോൾ സിറ്റുവേഷൻ അവർക്ക് മനസ്സിലായി. ഇവിടെ ജനങ്ങൾ, അതായത് അടിസ്ഥാന വിഭാഗങ്ങൾ വളരെ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നെന്നും അനാചാരങ്ങൾക്കും തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കുമൊക്കെ വളരെ വ്യാപകമായി അവർ ഇരയാക്കപ്പെടുന്നുണ്ടെന്നും ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അപ്പം ബ്രിട്ടീഷുകാർ പൊതുവെ നമ്മൾ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധരാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇന്ത്യയിലെ ഒരു വലിയ സമൂഹത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ്. അതായത് ഈ ബ്രാഹ്മണന്മാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ്. അപ്പം അവർ അവിടേക്ക് പൂനെയിലേക്ക് വരുമ്പോൾ അവിടുത്തെ സാധാരണപ്പെട്ട ദളിതർക്ക് ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ പൂനെയിലെ മഹർ കമ്മ്യൂണിറ്റിയാണെന്ന് ഏറ്റവും വലിയ ദളിത് സമൂഹം എന്ന് പറയുന്നത്. അത് നമ്മുടെ അംബേദ്കറുടെ ജാതിയാണ് മഹർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരിൽ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്നത്, അതായത് ബ്രാഹ്മണന്മാർ വരുന്ന വഴി നടക്കുമ്പോൾ അവരുടെ നിഴൽ പറ്റിയാൽ അത് അശുദ്ധിയാണെന്ന് കരുതുന്ന ഒരു കാലഘട്ടം. അതായത് പൊതുസ്ഥലത്തൂടെ നടക്കുമ്പോൾ അവരുടെ കഴുത്തിൽ ഒരു നൂല് കെട്ടി ആ നൂല് തിരിച്ചറിയൽ രേഖയായി കൊണ്ട് നടക്കുന്ന, അതായത് ദളിതനാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നൂൽ കെട്ടി നടക്കണമെന്നായിരുന്നു നിയമം. മാത്രവുമല്ല അരയിലൊരു ചൂല് കെട്ടിയിരിക്കണം. അവർ നടക്കുന്ന വഴിയിൽ അവരുടെ കാൽപാദം പതിഞ്ഞാൽ അത് തൂത്ത് നടക്കണം. അതുമാത്രമല്ല തുപ്പാനൊരു കോളാമ്പിയും കൂടെ കൊണ്ട് കിടക്കണം. അവരുടെ തുപ്പലും താഴെ വീഴാൻ പാടില്ല. അപ്പം അതിനെതിരെ ആ ഒരു അവസ്ഥ വരെ അവിടുത്തെ ദളിതർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.